പോയെന്ന് തോന്നുന്നു. ശരിയാ, മറ്റാരെയും കാണുന്നില്ലല്ലോ. അതോ ഇനി യജമാനൻ വന്ന് പോയി കാണുമോ എന്തോ? ഇല്ല, ഒരിക്കലും ഇല്ല. പ്രാർത്ഥനയും പരിത്യാഗവും ഉപവാസവും മൂലം നാം നേടിയെടുത്തതാണ് ഈ സുദിനം. എന്നോ എനിക്കാകെ പേടിയാകുന്നു. എങ്കിലും ആ 5 പേരെ ഇതുവരെയും കണ്ടില്ലല്ലോ. ഇനി അവർ വരാതിരിക്കുമോ? നീ എന്തിനാണ് ഈ സുസമ്മ ഇത്ര പേടിക്കുന്നത്? നമ്മൾ എന്താണെങ്കിലും കൃത്യസമയത്ത് എത്തിയില്ലല്ലോ. അവൾ എപ്പോഴും വേണമെങ്കിൽ വരട്ടെ. അങ്ങനെയെങ്കിൽ നമുക്ക് വിളക്കിനെ തിരി താഴ്ത്തി വെച്ച് നമ്മുടെ പ്രിയനെ കാത്തിരിക്കാം. അല്ലെങ്കിൽ അവൻ വരുമ്പോൾ എണ്ണയെല്ലാം വറ്റി നമുക്ക് നിരാശരായി മടങ്ങേണ്ടി വന്നാലോ? ഉറക്കം വരാതിരിക്കാനായി നമുക്ക് പ്രിയൻ വരുന്നവരെ പാടി സ്തുതിച്ചുകൊണ്ടിരിക്കാം. പാടി പ്രാർത്ഥിക്കാം. ഒന്ന് നിൽക്കടി. ഓ, ഓടി ഓടി എൻ്റെ നടുവ് തളർന്നു. എത്ര നേരമായി ഞാൻ അലറി വിളിക്കുന്നു. നിനക്ക് എൻ്റെ ചെവി കേൾക്കത്തില്ലേ? അയ്യോ എടി മറിയാമ്മേ, ഈ കുന്തൻ ചെവിയിലിരിക്കുന്ന കാരണം നീ വിളിച്ചെന്ന് കേട്ടില്ലേ? അട്ടെ നീ എന്താ താമസിച്ചത്? ഓ, അതൊന്നും പറയണ്ട. ഇതെന്ത് കൂത്ത്? ഗാനമേളയോ? ഇന്നലെ അറിഞ്ഞിരുന്നെങ്കിൽ ഒരു കരോക്കെ ആയിട്ട് ഞാൻ നേരത്തെ ഇങ്ങ് വന്നേനെ. ഛേ, അറിഞ്ഞില്ലല്ലോ. എടി മറിയാമ്മേ, ഇവളുമാര് വലിയ ഭക്തകളാണെന്ന് തോന്നുന്നു. കണ്ടില്ലേ, വെള്ള സാരിയും വെള്ള ബ്ലൗസുമാണ് ഇനി വന്നിരിക്കുന്നത്. ശരിയടി സൂസി, ഇവരെ കണ്ടാൽ സർക്കാർ ആശുപത്രി നേഴ്സുമാരാണെന്ന് തോന്നും. അല്ലടി, നമ്മുടെ കൂടെ വരാമെന്ന് പറഞ്ഞ നമ്മുടെ ഗീത സെല്ലിനേക്കാൾ. ഓ, അവളുമാരുടെ കാര്യം പറയാതിരിക്കുന്ന ഭേദം. എന്തെങ്കിലും കാര്യത്തിൽ ഗീത സെല്ല് നേരത്തെ വന്ന് നീ കണ്ടിട്ടുണ്ടോടി? അത് നീ പറഞ്ഞത് നേരം. ആ ഗീതയാണെങ്കിൽ പള്ളിയിൽ വരുന്നത് തന്നെ കുർബാന തീരാറാവുമ്പോൾ. അത് പോട്ടെ, നിന്റെ കെട്ടിയാന്റെ ബിസിനസ് ഒക്കെ എങ്ങനെയുണ്ട്? അങ്ങനെ ഏത് നേരത്ത് ഒരു മൊബൈൽ ഫോണും എടുത്തു വെച്ച് വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ചാറ്റിങ്, ചീറ്റിങ് ഇതൊക്കെയാണ്. നീ അത്ര മോശമൊന്നും അല്ലല്ലോ. നീ ഏത് നേരത്തെ യൂട്യൂബിൽ വീഡിയോയും പിക്ചറും കണ്ടോണ്ടല്ലേ ഇരിക്കുന്നത്? ഈ ആടുകളൊക്കെ ഇങ്ങനെ തുടങ്ങിയാ പിന്നെ നമ്മളൊക്കെ ജീവിതം കട്ട പോകുകയാണ്. ഞങ്ങൾക്ക് അന്നേരമേ മനസ്സിലായി നീ അടിപൊളി മീൻകറിയൊക്കെ വെച്ചിട്ട് പതുക്കെ വരത്തേയുള്ളന്ന്. മീൻകറിയോ? ആര് പറഞ്ഞു? നീ അല്ല ഇപ്പൊ പാടിയത്, കൊടംപുളിയിട്ടു വച്ചാ നല്ല ചെമ്മീൻ കറിയും ഉണ്ടെന്ന്. ഓ, അത് വെറും പാട്ട്. എന്റെ പൊന്നെ, ഞാൻ മീൻകറിയൊന്നും വെച്ചിട്ടല്ല വന്ന്. അപ്പൊ പിന്നെ മീൻകറി ആരാ വെച്ചത്? ഓ, ഞങ്ങൾക്കറിയാം, പുതിയ വേലക്കാരി വന്ന് കാണും. സത്യം പറ, ആരാ മീൻകറി വെച്ചത്? ഓ, അത് പിന്നെ എന്റെ അച്ചായനാ വെച്ച്. അതെന്താടി നിനക്ക് മീൻകറി വെച്ചാല്? ഉള്ള സത്യം ഞാൻ പറയാം. മക്കളിലെ പണിയെല്ലാം അച്ചായനാ ചെയ്യുന്നു. വാടി, മേഴ്സിയും ഗീതയും വരുന്നത് വരെ നമുക്കിവിടെ ഇരുന്ന് യൂട്യൂബിൽ വീഡിയോ കാണാം. ഹോ, നിങ്ങളെല്ലാം നേരത്തെ എത്തിയോ? ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അല്പം ലേറ്റായി. ആക്ച്വലി എടി മേഴ്സി,
ഞങ്ങൾക്ക് മലയാളം പറഞ്ഞാൽ മനസ്സിലാവും, അവിടെ ഒരു ഇംഗ്ലീഷ്. പിന്നെ ഞാൻ താമസിച്ചത് വന്ന വഴി ഞാൻ ആ വിവാന മാൾ ഒന്ന് കയറിയ ക്രിസ്മസ് ആയതുകൊണ്ട് അവിടെ ഡ്രസ് മെറ്റീരിയൽ 40% ഓഫ് ഉണ്ട്. ദേ നോക്ക്, നല്ല ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ആ, ഇത് നല്ല സാരിയാ, ഇത് നിനക്ക് നന്നായിട്ട് ചേരും. ഈ കൊല്ലത്തെ എൻ്റെ ന്യൂ ഇയർ റെസൊല്യൂഷനാണ് എൻ്റെ വാർഡ്രോബ് നിറയെ ഡ്രസ് മെറ്റീരിയൽ കൊണ്ട് നിറയ്ക്കുകയാണ്. ഷോപ്പിംഗ് കഴിഞ്ഞ് വരുന്ന വഴി മാക്ഡൊണാൾഡ്സ് കയറി ഡിന്നറും കഴിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴി ജീച്ചാൻ എന്നെ ഇവിടെ ഡ്രോപ്പ് ചെയ്തത്. ഓ, ഞാനാണെങ്കിൽ ഇതുവരെ ക്രിസ്മസിന്റെ ഒരു ഷോപ്പിംഗും തുടങ്ങിയിട്ടില്ല. നമ്മുടെ നേഴ്സമ്മ എന്തിയെ കണ്ടില്ലല്ലോ. നിന്റെ ആ വരവ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു കയ്യിൽ കൊച്ചുങ്ങൾ കാണുമെന്നത്. Why are you so late? എന്ത് പറ്റി? രാവിലെ 6 മണിക്ക് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറിയതാ. ഇന്ന് 5 ഡെലിവറി ഉണ്ടായിരുന്നു. വീട്ടിൽ വന്നാൽ സമാധാനമുണ്ടോ? പിള്ളേരുടെ കാര്യം നോക്കണം, പിന്നെ അങ്ങയുടെ അപ്പൻ്റെ അമ്മയുടെയും കാര്യം നോക്കണം. യജമാനൻ വരുന്നു എന്ന് തോന്നുന്നു. നമുക്ക് എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവനെ അനുഗമിക്കാം. ഇതെല്ലാം വെപ്രാളമാണ്. പുള്ളിക്കാരൻ ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത്? നമുക്ക് വിളക്ക് കത്തിക്കാം. എടി, എണ്ണയുണ്ടോടി? ഞാൻ ഓഫീസിൽ നിന്ന് വന്നതുകൊണ്ട് എണ്ണ എടുത്തില്ല. സോറി, ഐ ഫോർഗോട്ട് ടു ബ്രിങ്. അയ്യോ, ഞാൻ അങ്ങ് മറന്നു പോയി. ഇനി എന്ത് ചെയ്യും? നമുക്ക് അവരോട് പറയാം, കുറച്ച് എണ്ണ തരുവാൻ. ഞങ്ങൾ എണ്ണ എടുക്കാൻ മറന്നുപോയി. കുറച്ച് എണ്ണ നിങ്ങൾക്ക് കടമായി തരുമോ പ്ലീസ്? ഇല്ലെങ്കിൽ ഞങ്ങളുടെ വിളക്ക് അണഞ്ഞു പോകും. അത് പിന്നെ ഞങ്ങൾ ഡോണ്ട് വറി, ഞങ്ങൾ നാളെ തിരികെ തരാം. ഓ, കോച്ചിനൊന്നും തരണ്ട, കടമായി തന്നാ മതി. നാളെ ഞങ്ങൾ തിരിച്ച് തന്നേക്കാമേ. സഹോദരിമാരെ, നിങ്ങൾ ഞങ്ങളോട് പരിഭവം തോന്നരുത്. ഞങ്ങളുടെ പക്കലുള്ള എണ്ണ നിങ്ങൾക്ക് കൂടി തന്നാലേ ഞങ്ങൾക്ക് വെണ്ണ തികയാതെ വരും. ഞാനൊരു ഐഡിയ പറയാം. നിങ്ങൾക്ക് വൈശാലി നഗറിലെങ്ങാനും പോയി എണ്ണ വാങ്ങിക്കൊണ്ട് വരുന്നതാണ് നല്ലത്. അതിന് നിങ്ങളുടെ ഓശാരമൊന്നും വേണ്ട. ചുരുക്കം പറഞ്ഞാൽ നീയൊന്നും ഞങ്ങൾക്ക് എണ്ണ തരികയില്ല. വെള്ള തേച്ച ശവക്കല്ലറകൾ. പാടി, നമുക്ക് ആ ഡിമാർട്ടിലെങ്ങാനും പോയി എണ്ണ വാങ്ങിക്കൊണ്ട് വരാം. അവിടെ ആകുമ്പോൾ വിലയും കുറവാണ്. നിങ്ങൾ എന്തിനാണ് അടിച്ചിരിക്കുന്നത്? നീ ഈ മെട്രോയുടെ പണി തുടങ്ങിയ കാരണം അറിഞ്ഞില്ലല്ലോ. മാണ്ടിപ്പിൽ നിന്ന് ഇവിടെ വരാൻ 1 മണിക്കൂർ എടുക്കും. ഓ ശരിയാ, എന്നാ മൂടില്ല, ട്രാഫിക്കാ. നിങ്ങൾ വീണാനാടിലെങ്ങാനും കിട്ടുമോ എന്ന് നോക്കാം. യജമാനൻ വരുന്നു എന്ന് തോന്നുന്നു. നമുക്ക് എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവനെ അനുഗമിക്കാം. ഇതാ മണവാളൻ വന്നു കഴിഞ്ഞു. നമുക്ക് സമയം കളയാതെ അവനോട് കൂടെ അകത്ത് പ്രവേശിക്കാം. വരുവിൻ, നമുക്ക് അകത്ത് പ്രവേശിക്കാം. വരൂ. അവളുമാരെന്തിയെ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. കുറച്ചെണ്ണ അവറ്റനോട് തലയിൽ ഒഴിച്ചു കൊടുക്കാമായിരുന്നു. ഓ, അവരകത്ത് കയറി കഥ അടച്ചെന്നാ തോന്നുന്നത്. അതോ ഇനി നമ്മളെ പേടിച്ച് മുങ്ങിയതാണോ? എന്റെ ബലമായ സംശയം മണവാളൻ വന്നതാണ്. നിങ്ങൾ ഇങ്ങോട്ടൊന്ന് മാറിയേ, ഞാൻ നോക്കട്ടെ. ഹലോ, കഥ തുറക്കൂ. ഹലോ, കഥ തുറക്കൂ. ആരാണ് നിങ്ങൾ? ഞാൻ നിങ്ങളെ അറിയുന്നില്ല.
ഈ മറിയാമ്മയെ അറിയത്തില്ലെന്നോ? ഞാൻ വെറും മറിയാമ്മയല്ല, മുള്ളുണ്ട് പള്ളിയിലെ മർത്തമറിയും വനിതാ സമാജത്തിന്റെ സെക്രട്ടറിയാ. വെറുതെ എന്നെ ദേഷ്യം പിടിക്കാൻ കഥ തുറക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ ആരെന്നോ എവിടെ നിന്ന് വരുന്നുവെന്നോ ഞാൻ അറിയുന്നില്ല. എടി, നീ ഇങ്ങോട്ട് മാറിക്കേ. ഐ വിൽ ട്രൈ. Please open the door. Hello? Are you going to open the door or not? Or I will have to break the door. ആരാണ് നിങ്ങൾ? സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. നീ എന്നാത്തിനാണ് ഇവിടെ വെറുതെ നിൽക്കുന്നത്? വാ, നമുക്ക് സീരിയൽ കാണാം. നിങ്ങളുടെ കുത്തഴിഞ്ഞ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും ഓടിയകലെ ജാഗരൂകരായി. എന്തെന്നാൽ ആ ദിവസമോ മണിക്കൂറോ നിങ്ങൾ അറിയുന്നില്ല. ഇനിയുള്ള കാലമെങ്കിലും പാപരഹിതമായ ജീവിതം നയിച്ച് മുന്നോട്ട് പോകുകയും. എന്താണ് ശബ്ദം? ദൈവം നമ്മളോട് സംസാരിക്കുന്നത് പോലെ തോന്നുന്നു. അയ്യോ, എനിക്കത് പേടിയാവുന്നു. വരുവീൻ, നമുക്ക് അല്പനേരം പ്രാർത്ഥനയിലായിരിക്കാം. ദൈവമേ, ഞങ്ങളോട് കരുണ തോന്നണമേ. ഞങ്ങളുടെ അഹന്തയും സ്വാർത്ഥതയും അമിതമായ ദ്രവ്യാഗ്രഹവും നീ ഞങ്ങളെ നകറ്റണമേ. ദൈവമേ, ഞങ്ങളോട് കരുണ തോന്നണമേ. ജീവിത സൗഭാഗ്യങ്ങളുടെ സ്വഭാവങ്ങൾ മറിമറന്ന് പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കാതെ മറ്റുള്ളവരെ സ്നേഹിക്കാതെ ഇത്രയും നാൾ ജീവിച്ചു തീർത്തു. നാഥ, ഞങ്ങളോട് ക്ഷമിക്കണമേ. ദൈവമേ, ഞങ്ങളോട് കരുണ തോന്നണമേ. ദൈവമേ, ഇനിയുള്ള കാലം അങ്ങേക്ക് പ്രീതികരമായ ജീവിതം നയിച്ച് അങ്ങയുടെ നിത്യരായത്തിൽ എത്തിച്ചേരുവാൻ ഞങ്ങളെ നീ ഇടയാക്കണമേ.